ബ്ലോക്കിംഗ് ആയിട്ടുള്ള പാറ്റേൺസ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അത് ന്യൂട്രലൈസ് ചെയ്യുക. ആ ന്യൂട്രലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ക്ലീൻ ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ പുതുവർഷത്തിലും പുതിയ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. പക്ഷേ ഏകദേശം 80% റെസൊല്യൂഷൻസ് എടുക്കുന്ന ആൾക്കാരും അത് ഫെബ്രുവരി 2ാം വീക്കോടുകൂടി പരാജയപ്പെടുകയാണെന്ന് പറയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് പലപ്പോഴും വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർ പോലും, അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം 2026 നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമുക്ക് നടപ്പാക്കണം. അപ്പോൾ അതിങ്ങനെ ആ തീരുമാനങ്ങൾ നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ 2025 എടുത്തുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ട് നടന്നില്ല എന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് നമ്മോടുകൂടി എന്നുള്ളത് ഡോക്ടർ അജയ് അഗസ്റ്റിനാണ്. അദ്ദേഹം മൈൻഡ് സെറ്റ് കോച്ചാണ്, അതേപോലെ തന്നെ ഒരു മെൻറ്ററുമാണ്. അജയ്, നമസ്കാരം. നമസ്കാരം. എന്നാ പറയുന്നത്? അസുഖമായിട്ടിരിക്കുന്നു അല്ലേ? 2025 അങ്ങ് തീരാൻ പോവാ. ഏകദേശം തീർന്നു. ഇനിയിപ്പം അധിക ദിവസമില്ല. ഇല്ല. അപ്പോഴത്തേക്ക് നമ്മൾ 2026 കിടക്കുവാണ്. ഇപ്പോൾ 2026 വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നും നമ്മൾ ശരിക്കും ചെയ്യേണ്ടതുമായിട്ടുള്ളതാണ് ഒരു റെസൊല്യൂഷൻ. 2026 2025 മെച്ചമായിട്ടായിരിക്കണം എന്നൊരാഗ്രഹം നമുക്കുണ്ടാവുമല്ലോ. ആ ആഗ്രഹം നമുക്ക് നടപ്പാക്കണം 26. അത് എങ്ങനെയാണ് നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കുക? അതല്ലെങ്കിൽ 2025 നമ്മളെടുത്ത തീരുമാനങ്ങൾ എന്തുകൊണ്ട് നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിച്ചില്ല? റെസൊല്യൂഷൻസ് നമ്മളെല്ലാവരും എടുക്കാറുണ്ട്. പക്ഷേ അത് ആദ്യത്തെ ആ ഒരു ചൂട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകാറില്ല. എന്തുകൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നമ്മൾ മാറിപ്പോകുന്നു? അപ്പം ബേസിക്കായിട്ട് നമ്മുടെ മനുഷ്യന് 2-3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, പ്രോഗ്രസ്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രോഗ്രഷൻ നമുക്ക് ഒരു കോൺഫിഡൻസ് തരും, അല്ലെങ്കിൽ ആ ഒരു അച്ചീവ്മെൻറ്റ് നമുക്കൊരു ഹാപ്പിനെസ് തരും. അതൊരു മൊമെൻറ്റം, അല്ലെങ്കിൽ ഒരു സ്നോബോൾ എഫക്റ്റ് എന്ന് പറയും. ഇപ്പം നമ്മൾ ഒന്ന് ചെയ്ത് സക്സസ് ആകുമ്പം, അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് അത് നല്ലതാണെന്ന് തോന്നുമ്പോൾ നമുക്ക് വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അപ്പം ആ ഒരു പാറ്റേൺ ആണ്, ആ ഒരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ പ്രോഗ്രസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പം നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷേ ആ പ്രോഗ്രസ് ഉണ്ടാകാതിരിക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് സംഭവിച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓൺ ദ വേയിൽ ബ്ലോക്കുകൾ ഉണ്ടാകാം, ചലഞ്ചസുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകാം. പക്ഷെ ആ ഒരു പ്രോബ്ലംസ് ഓവർകം ചെയ്യാനുള്ള കേപ്പബിലിറ്റി, അല്ലെങ്കിൽ അതിനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നോർമലി നമ്മൾ റെസൊല്യൂഷൻസ് എടുത്താലും അടുത്ത ഓരോ മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും അത് നിന്ന് പോകുന്നു. ഞാൻ ജനുവരി 1 തൊട്ട് ഇനി എന്താ പറയുന്നത്, ഈ വർഷം ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല, അല്ലെങ്കിൽ കള്ള് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോകും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദേഷ്യം കുറയ്ക്കും. നമ്മൾ തീരുമാനിക്കാറുണ്ട്, നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻറ്റേർണൽ ആ ഒരു ഉള്ളിലേക്കുള്ള ഒരു എത്തിനോട്ടം കറക്റ്റായിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ പല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ കൂടെയുള്ള ആൾക്കാരായാലും കണ്ടിട്ടുണ്ട്. എല്ലാവരും ഈ തീരുമാനമെടുക്കും, പക്ഷേ അവർക്കും ഈ എന്തുകൊണ്ട് 1-2 മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അതിൽ പരാജയപ്പെടാനാണ് സാധിക്കുന്നത്. അതൊരു സബ് കോൺഷ്യസ് ബ്ലോക്കാണ് ഇതിനകത്തുണ്ടാകുന്നത്. നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ എൻവയോൺമെൻറ്റ്, ഇത് ഇന്നത്തെ അവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ പെർസെപ്ഷൻ കപ്പാസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഫിൽറ്ററിങ് പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഒരു ഫിൽറ്ററിങ് ഉണ്ട്. ആ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതും, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്നതും. അപ്പം നമ്മൾ ഇന്നത്തെ അവസ്ഥയിലായിരിക്കുന്നത് ചില ചിന്തകൾ കൊണ്ടും ചില പ്രവൃത്തികൾ കൊണ്ടും, അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ കൊണ്ടും നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. പക്ഷേ ഇത് മാറ്റാതെ, ആ പെർസെപ്ഷനിലുള്ള ചേഞ്ചസ് വരുത്താതെ, അല്ലെങ്കിൽ നമ്മൾ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയും, ആ പെർസ്പെക്റ്റീവ്സിലുള്ള ഡിഫറൻസ് വരാതെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റിസൾട്ട് മാറണമെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറണം, നമ്മുടെ ചിന്തകളിലുള്ള വ്യത്യാസം ഉണ്ടാകണം. ആ പെർസ്പെക്റ്റീവ്സ് മാറുന്നത് 1. 2, ഇപ്പം ഞാൻ
ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാകണം, അല്ലെങ്കിൽ ഇന്നത് വേണം എന്ന് പറയുമ്പോൾ വി ആർ ബിക്കമിങ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ ആ ഒരു പേഴ്സൺ നമ്മളായാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ടിൽ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പറയും നമ്മളെ ഐഡൻറ്റിറ്റി എന്ന് പറയും, ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് എന്ന് പറയും, നമ്മുടെ ഹാബിറ്റുകൾ. അപ്പോൾ നമ്മുടെ പാറ്റേൺ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ, ഇന്നിരിക്കുന്ന ആ പാറ്റേണിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അപ്പം അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ സേഫ് സോണ്, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണ്, അല്ലെങ്കിൽ ആ ഒരു റിസ്ക് ടേക്കിങ്ങിനുള്ള കപ്പാസിറ്റി നമുക്കില്ല നേരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ നേരത്തെ പറഞ്ഞാൽ ആ പഴയ റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് എന്താണോ വേണ്ടത് അതല്ല കിട്ടുന്നത്, നമ്മൾ ആരാണോ അതാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നതിൻ്റെ കാരണം അതായിരിക്കും. കാരണം നമ്മൾ അതേ പാറ്റേൺ തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തന്നെ കിട്ടുള്ളൂ. അതിൽ നിന്ന് മറ്റൊരു സംഭവം വ്യത്യാസപ്പെട്ട് നമുക്ക് കിട്ടില്ല. അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നു, ഇപ്പം അജയ് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മളാ മെൻ്റൽ സബ് കോൺഷ്യസ് ബ്ലോക്ക് ഉണ്ടെങ്കിലും നമുക്കൊന്നും കിട്ടില്ല. ശരിക്കും നമ്മളതൊന്ന് ഒന്ന് ക്ലീനപ്പ് ആക്കി നമ്മുടെ ഇവിടെയൊക്കെ പറയുന്ന പോലെ എന്താ പറയുന്നത്, നമ്മളൊരു വീട് പണിയാൻ പോകുമ്പം ആ ഏരിയ നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം, സൈറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം, പെർഫെക്റ്റ് ആക്കി എടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പുതിയ വീട് പണിയേണ്ടത്. അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ഒരു ഫൗണ്ടേഷന് പുറത്ത് നമ്മൾ പണിയുന്നൊരു വീട് പോലെ ആയിപ്പോൾ. അപ്പം ബേസിക്കലി ഇതാണ് ഇതിൻ്റെ അകത്തൊരു കാരണം അല്ലേ? വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡെയിലി ഇത് എഴുതുക, അല്ലെങ്കിൽ അതിലുള്ള അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ. അതുപോലെ തന്നെ നമുക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പല ആപ്പുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനുള്ള ലിസ്റ്റുകളുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു പരിധി വരെ കഴിയുമ്പോൾ നമുക്കത് ബോറടിക്കും, അതെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിട്ടുമാറും. പക്ഷെ അതെന്ന് വെച്ചാൽ there is a difference, another thing. ഇപ്പം നമ്മൾ ലോജിക്കലി ഇറ്റ്സ് ഓൾ കറക്റ്റ്, നമുക്ക് ആക്ഷൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റെപ്പുകളുണ്ട്, അല്ലെങ്കിൽ പ്രോസസ്സുകളുണ്ട്. ബട്ട് ആർ വി കണക്റ്റഡ് ഇമോഷണലി ടുവേർഡ്സ് ദ ഗോൾ? അതാണ് അടുത്തത്. അപ്പം നമ്മൾ ഒന്ന് പറഞ്ഞു ഐഡന്റിറ്റി, രണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാറ്റേൺസ് നമ്മുടെ ഗോളുമായിട്ട് അച്ചീവ് ചെയ്യാനുള്ള അതുമായിട്ട് കണക്റ്റഡ് ആണോ, അതുമായിട്ട് മാച്ചിങ് ആണോ? ആ ഒരു മാച്ച് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അയക്കുന്ന അവസ്ഥയിലുള്ള ആ ഒരു സ്റ്റാറ്റസിൽ പല കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ക്ലിയറിങ് ചെയ്താലേ നമുക്ക്, അപ്പോൾ നമ്മൾ വഴിയിൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ തടസ്സം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ആ തടസ്സങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു തടസ്സങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, നമ്മൾ ആ ബ്ലോക്കിംഗ് ആയിട്ടുള്ള പാറ്റേൺസ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അത് ന്യൂട്രലൈസ് ചെയ്യുക. ആ ന്യൂട്രലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ക്ലീൻ ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ 25-ലും ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, 25 ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് കാണും, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ 26 വന്നപ്പോഴത്തേക്കും തീരുമാനങ്ങൾ കുറേ എടുക്കുന്നുണ്ട്, ആ തീരുമാനങ്ങൾ നടപ്പാക്കണം. ഇപ്പോൾ നമ്മൾ 25-ൽ ഒരു പക്ഷേ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ടാവാം. നമ്മൾ എങ്ങനെയാണ്, എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം 25-ൽ ചെയ്ത കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത്? നമ്മളായിരിക്കുന്ന അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ആ ആയിരിക്കുന്ന അവസ്ഥ അറിയാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് റിവ്യൂ. ഇപ്പം ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ് റിവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ക്വാർട്ടർലി റിവ്യൂ ഉണ്ട്, മന്ത്ലി റിവ്യൂ ഉണ്ട്. അപ്പം അങ്ങനെ പല ആ ഒരു എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വി ആർ ലുക്കിംഗ് ഇൻ ടു യു ആർ ലുക്കിംഗ് ഡീപ്ലി ഇൻ ടു യു. സോ അപ്പം ആ ഒരു റിവ്യൂവിൽ ജനറലായിട്ട് നമ്മൾ വാട്ട് വി ഹാവ് ഡൺ ഗുഡ്, അല്ലെങ്കിൽ നമ്മളെന്താണ് നന്നായിട്ട് ഈ വർഷം ഇത്, അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻ്റ് എന്താണ്, അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് എങ്ങനെ ആണ് നമ്മൾ നേടിയത്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാക്ഷൻ നമ്മളുണ്ടായി, അതിൽ നിന്നുള്ള വിസ്ഡം നമുക്കുണ്ടാകും. അപ്പം നമുക്ക് ആ ഒരു കാര്യം ഇങ്ങനെ ചെയ്തപ്പോൾ അത് വർക്കായി. അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് അടുത്ത വർഷവും കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ 10 കാര്യത്തിൽ 7 ചിലപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും, ആ 3 കാര്യമായിരിക്കും നമ്മൾ ചെയ്തിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ലായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു കാര്യത്തിലായിരിക്കും നമ്മൾ കൂടുതൽ നമ്മുടെ മൈൻഡ് പോണത്. നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അജയ് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മൾ 1-2 കാര്യങ്ങൾ ചെയ്യാത്തതാണ് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ തീരുമാനമെടുക്കും, മദ്യപാനം നിർത്തണം, അല്ലെങ്കിൽ കുടുംബകലഹം കുറയ്ക്കണം പ്രാവശ്യം.
പക്ഷെ പലപ്പോഴും മദ്യപാനത്തിൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പം തുടക്കത്തിൽ 1 മാസം 2 മാസം 3 മാസമൊക്കെ നമുക്ക് ചിലപ്പം പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷെ അതിനുശേഷം നമ്മൾ പലപ്പോഴും പിടിച്ചു നിർത്തിയിട്ടില്ല. അതേപോലെ തന്നെ എന്നാൽ അതിൻ്റെ കൂടെ എടുത്ത് ചിലപ്പം ഈ വർഷം മുതൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കണം എന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുകയും അത് ചിലപ്പോൾ നടപ്പാക്കുകയും ചെയ്തിട്ട് കാണും. പക്ഷേ എൻഡ് ഓഫ് ദി ഇയറിൽ നമ്മൾ വന്നു കഴിയുമ്പം നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിച്ചതോ അതല്ലെങ്കിൽ ഒരു പുതിയ കാറ് മേടിച്ചതോ ഇതെല്ലാം നമ്മൾ മറന്നുപോകും. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കഴിഞ്ഞ കൊല്ലം ഞാൻ എടുത്ത ഈ തീരുമാനം വെള്ളോടി നിർത്താൻ പറ്റില്ല എന്നുള്ള അതിനെ നമുക്കിങ്ങനെ റിവ്യൂവിലൂടെയാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. റിവ്യൂ ഇസ് എ സ്റ്റാർട്ടിംഗ് പ്രോസസ്. ഇപ്പം നമ്മളൊരു ഗോൾ സെറ്റിംഗ് നമുക്ക് ചെയ്യാം. അഗെയിൻ ഇറ്റ് ഈസ് റിവ്യൂ മീൻസ് യു ആർ ബിൽഡിംഗ് ഡീപ്പർ കണക്ഷൻ ടു യുവർ ഗോൾ. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു വെടിപ്പാക്കലാണ് റിവ്യൂ. മുമ്പിൽ വരുന്ന തടസ്സങ്ങളെ വീണ്ടും ഫേസ് ചെയ്യാനുള്ള എളുപ്പമാണ്. അതുപോലെ തന്നെ ചില തടസ്സങ്ങൾ ഇത് പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷണൽ സബ് കോൺഷ്യസ് ആയിട്ടുള്ള എനർജി ബ്ലോക്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് റിവ്യൂ വേണ്ടത്. പലപ്പോഴും നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട്. അത് ഈ റിവ്യൂയിലൂടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ല, we never have a time to look into you, right? What is happening inside of us? നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒരു ചെയ്യാനുള്ള ഒരു മനസ്സില്ലായിരിക്കും. We don't get time. So end of the year is a opportunity to review and understand and identify, okay, what I have done well, what I have not achieved, or what is the challenge which I have overcome, what is the challenge still I have, and what the things I can do more, and what is the identity shift I have to do, or അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മൾ നടന്നത്. അപ്പോൾ ചില വിശ്വാസങ്ങൾ നമ്മൾ മാറ്റിയെടുത്തേണ്ടി വരും. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ ചില ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ആക്ഷൻസ് നമ്മൾ മാറ്റി എഴുതേണ്ടി വരും. അപ്പം അല്ലെങ്കിൽ ചില ആക്ടിവിറ്റികൾ കുറയ്ക്കേണ്ടി വരും. അപ്പം ഇവിടെയാണ് when comes to review it will work. മലയാളികൾ ഒരുപാട് ആൾക്കാർ ഓസ്ട്രേലിയ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. എല്ലാവരും വന്നതിന് ശേഷം ജോലി കിട്ടുന്നു, ഫാമിലി ആകുന്നു, കിഡ്സ് കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കഴിയുകയാണ്. പക്ഷേ അതിന് ശേഷം മറ്റൊരു വളർച്ച നമ്മൾ ഉണ്ടാകുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ അംബീഷ്യസ് ആയിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യാനും നമുക്ക് ജീവിതത്തിലേക്ക് വളരാനും, ലൈക്ക് ഇപ്പോൾ ഇവിടെ വന്ന ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് വീട് മേടിച്ചു. പക്ഷേ 1, 2, 3, 4, 5 അങ്ങനെ കുറച്ച് വീടുകൾ കൂടി മേടിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സ്പിരിച്വലായിട്ട് ഗ്രോ ചെയ്യുക, അങ്ങനെ പല തലങ്ങളിലൂടെ നമുക്ക് വളരാനായിട്ട് ഒരു ഫാമിലി ലൈഫ് സാക്രിഫൈസ് ചെയ്യാതെ, അല്ലെ കുട്ടികൾ തൊട്ടുള്ള നമ്മുടെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ സാക്രിഫൈസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഈ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ റിവ്യൂ ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്കം കിട്ടും. അപ്പം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചെയ്യേണ്ട ആക്ഷൻ ലിസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഏതൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ ആ തടസ്സങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആക്ഷൻ ലിസ്റ്റ് കിട്ടും. ഫിസിക്കൽ തലത്തിൽ, മെൻ്റൽ തലത്തിൽ, ഇമോഷണലി തലത്തിൽ, സോഷ്യലി അല്ലെങ്കിൽ ഈവൻ സ്പിരിച്വലി നമ്മൾ കണക്റ്റഡ് ആകുമ്പോഴേ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയർ ആവുള്ളൂ. നമ്മൾ ഒരു തലത്തിൽ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു ടോട്ടൽ കണക്ഷൻ, ടോട്ടൽ അലൈൻമെന്റ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു എന്താ പറയുന്നത് ഹോളിസ്റ്റിക് വേ ഓഫ് അപ്രോച്ചാണ് നമുക്ക് ആ ഒരു ടോട്ടൽ വെൽനെസ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ നമുക്ക് എല്ലാ ദിവസവും ആ ഒരു വെൽബീയിങ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. റിവ്യൂ ചെയ്യുമ്പോൾ ആ റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അജയ് പറയുന്നത് മനസ്സിലാകുന്നത് നമുക്ക് കഴിഞ്ഞ കൊല്ലം ചെയ്ത കാര്യങ്ങൾ, കഴിഞ്ഞ കൊല്ലം എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മളൊരു ഡാറ്റ ബേസ് ആയിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അതല്ലാതെ ഇമോഷണലി നമ്മൾ ജസ്റ്റ് പുറകോട്ട് തിരിഞ്ഞു നോക്കും, പലതും ചെയ്തു പലതും ചെയ്തിട്ടില്ല. ഒരു ഡാറ്റ സപ്പോർട്ടില്ല. ഈ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനായാലും സബ് കോൺഷ്യസ് മൈൻഡിനായാലും അത് കൂടുതലായിട്ട് ബോധ്യപ്പെടുകയുള്ളൂ. ആ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പോൾ അജയ് പറയുന്നത് എനിക്ക് മനസ്സിലായ 1-2 കാര്യങ്ങൾ വെച്ചാൽ, നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ബ്ലോക്കുണ്ട്. അതിപ്പോൾ നമ്മൾ ഇന്ന് 10 സ്റ്റെപ്പാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ നാളെയും 10 സ്റ്റെപ്പ് തന്നെ നടക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉള്ളൂ. 15 സ്റ്റെപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലോക്കാണ്. ആ ബ്ലോക്ക് നമ്മൾ ബ്രേക്ക് ചെയ്യണമെന്നാണ് അജയ് പറയുന്നത്. അതേപോലെ തന്നെ അതൊരു ബോഡി പാറ്റേണുമാണ്, അല്ലെങ്കിൽ അതൊരു പാറ്റേൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു പാറ്റേണാണ്.
അപ്പോൾ അതെല്ലാം ബ്രേക്ക് ചെയ്യണം. അപ്പം തീർച്ചയായിട്ടും റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവ്യൂ തീർച്ചയായിട്ടും നിങ്ങൾ പേപ്പറിൽ എഴുതി തയ്യാറാക്കി മാച്ച് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും 2026 ഒരു അടിപൊളി വർഷമായിരിക്കും. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കേണ്ടവർക്ക് ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് സാധിക്കും. ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ഹെൽത്ത്, 6 പാക്ക് ഒക്കെ വേണ്ടവർക്ക് 6 പാക്ക് ആക്കാം, ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇപ്പം നല്ലൊരു ഫാമിലി ലൈഫ്, കഴിഞ്ഞ കൊല്ലത്തേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ്, കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഡബിൾ ഇരട്ടിയായിട്ടുള്ള ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ്, കൂടുതൽ ടൈം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കുക. സ്മോക്കിംഗ് നിർത്താൻ താല്പര്യമുള്ള സ്മോക്കിംഗ് നിർത്തുക, ടൂർ പോകാൻ താല്പര്യമുള്ള ടൂർ പോവുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും തീരുമാനമെടുക്കാനും അത് നടപ്പാക്കാനുമായിട്ടും നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇത് നമ്മളോട് ഇത്ര നേരം സംസാരിച്ച ഡോക്ടർ അജയ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും വിളിക്കാവുന്നതാണ്. അജയ് കൺക്ലൂഡ് ചെയ്തു. Okay, so change or reset our mindset. Number 2, we need to change our habits. But then we need to, number 3 is what are the tools we need to have. അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ ടൂളുകൾ അപ്ലൈ ചെയ്യാനുള്ള ഇത് വേണം, അല്ലെങ്കിൽ ഈ സബ് കോൺഷ്യസ് ബ്ലോക്കുകൾ നമ്മൾ ക്ലിയർ ചെയ്യാനുള്ള എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ടൂൾസാണ് നമ്മൾ വേണ്ടത്. പ്ലസ് വി നീഡ് ടു ഹാവ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ someone is to working with you, then it is easier for you to process so that we get to the end faster. Okay. Thank you. നമസ്കാരം. നമസ്കാരം. Thank you.